പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടിയുടെ പുതിയ വീഡിയോ പുറത്ത്. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, വീട്ടുകാർ ഉന്നയിക്കുന്നത് തെറ്റായ ആരോപണങ്ങൾ. വീട്ടുകാരുടെ ഭാഗത്തു നിന്നും കടുത്ത സമ്മർദ്ദമുണ്ടെന്നും പെൺകുട്ടി. എനിക്ക് നേരെ ഉന്നയിക്കുന്നത് ഞാൻ മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ എന്നെ ആരും തട്ടിക്കൊണ്ടുപോയി, ഭീഷണിപ്പെടുത്തി ഞാൻ പറയുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. എന്നെ വിശ്വസിക്കരുത്, ഞാൻ നുണയാണ് എല്ലാം പറയുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നും വരുന്നത്. സത്യം പറയാലോ, ഞാൻ വീണ്ടും പറയുവാണ്, എന്നെ ആരും തട്ടിക്കൊണ്ടു പോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഞാൻ മാറി നിന്നത്. കാരണം വീട്ടിലത്തെ ഒരു സിറ്റുവേഷനിൽ അവിടെ നിന്നുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒരിക്കൽ പോലും എനിക്ക് റിലീസ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും ത്രെഡ്സും അത്രയും സമ്മർദ്ദമുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അത്രയും പ്രഷറാണ് ഞാൻ ആ ഒരു സ്റ്റേജിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പ്രഷറാണ്. അപ്പോൾ പലപ്പോൾ പോലും സത്യം എന്താണെന്ന് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ആ ഒരു സിറ്റുവേഷൻസിലൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ 2 വീഡിയോസിലൂടെ പറഞ്ഞു എനിക്ക് എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്യേണ്ടി വന്നതെന്നുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് സത്യം എന്താണെന്ന് പറയണം. ഇപ്പോൾ എനിക്ക് വിവരങ്ങളുമായി സൂര്യ സുജി ചേരുന്നുണ്ട്. സൂര്യ, ഇതാ മൂന്നാമതായി പെൺകുട്ടിയുടെ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുന്നു. എപ്പോഴാണ് വീഡിയോ പുറത്തിറങ്ങിയത്? കൂടുതൽ വീഡിയോയുടെ ഉള്ളടക്കം എന്തൊക്കെയാണ്? സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടിയുടെ മൂന്നാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ 2 വീഡിയോയിലും പ്രതിയായ രാഹുലിനെ വെള്ളപൂശിക്കൊണ്ടാണ് പെൺകുട്ടി സംസാരിച്ചത്. തുടർന്ന് പെൺകുട്ടിയുടെ അച്ഛൻ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പെൺകുട്ടി മറ്റാരുടെയൊക്കെ സമ്മർദ്ദം മൂലമാണ് ഈ മൊഴി മാറ്റി പറയുന്നത്. മകൾ വീട്ടിലില്ല, മകളെ കാണാതായിരിക്കുകയാണ്, മകൾ മിസ്സിംഗ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞിരുന്നത്. അതിനൊരു മറുപടിയുമായിട്ടാണ് ഇപ്പോൾ പെൺകുട്ടി തന്നെ തന്റെ യൂട്യൂബ് വീഡിയോയിൽ രംഗത്ത് വന്നിരിക്കുന്നത്. അരമണിക്കൂർ മുൻപാണ് പെൺകുട്ടിയുടെ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. തന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല, താൻ സുരക്ഷിതയാണ്, തന്നെ ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. അതായത് വീട്ടിലെ സമ്മർദ്ദം മൂലമാണ് അവിടെ നിൽക്കാൻ സാധിക്കാതിരുന്നത്. വീട്ടുകാരാണ് രാഹുലിനെതിരെ ആദ്യം പരാതി നൽകിയത്. തങ്ങളുടെ വിവാഹ ചിലവുകളെല്ലാം തന്നെ നടത്തിയത് രാഹുലാണ്. ഈ രാഹുലിന്റെ അഭിഭാഷകന് ഈ കേസ് പിൻവലിക്കാനുള്ള സത്യവാങ്മൂലത്തിൽ താൻ ഒപ്പിട്ട് നൽകിയതായുള്ള കാര്യങ്ങൾ പെൺകുട്ടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ താൻ സുരക്ഷിതയാണ് എന്നുള്ള കാര്യം അമ്മയോട് താൻ മെസ്സേജ് വഴി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ താൻ സുരക്ഷിതയല്ല, തന്നെ മറ്റാരെങ്കിലും ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം അച്ഛൻ പറഞ്ഞതിൽ തനിക്ക് വിഷമമുണ്ട് എന്ന് പറയുന്നു. ഈ രാഹുൽ ഈ സ്ത്രീധന തുകയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, പക്ഷേ മറിച്ച് തന്റെ അമ്മയാണ് രാഹുലിന് ഒരു 50 പവനെങ്കിലും സ്ത്രീധനമായി നൽകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നത്. അതായത് രാഹുലും രാഹുലിന്റെ വീട്ടുകാരെയും വീണ്ടും നിരപരാധികളാക്കി, താൻ സുരക്ഷിതയാണ്, ആരുടെയും സമ്മർദ്ദം മൂലമല്ല താൻ ഇത്തരത്തിൽ രാഹുലിനെ നിരപരാധിയാക്കി ചിത്രീകരിക്കുന്നത് എന്നൊരു കാര്യമാണ് പെൺകുട്ടി പറയുന്നത്. സംഗീത. ശരി സൂര്യ. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ പെൺകുട്ടിയുടെ മൂന്നാമത്തെ വീഡിയോ പുറത്തു വന്നിരിക്കുന്നു. തന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല, വീട്ടുകാർ ഉന്നയിക്കുന്നത് തെറ്റായ ആരോപണങ്ങളാണെന്നും വീട്ടുകാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന തരത്തിലുമുള്ള വീഡിയോയാണ് വീണ്ടും പുറത്തു വന്നിരിക്കുന്നത്. വീട്ടുകാരുടെ ഭാഗത്തുനിന്നും കടുത്ത സമ്മർദ്ദമുണ്ടെന്നും പെൺകുട്ടി വീഡിയോയിലൂടെ പങ്കുവെക്കുന്നു.